സാർ, അഖിലേന്ത്യാ തലത്തിൽ CPM ഈ അടുത്ത കാലത്തൊന്നും ഇത്ര വലിയ പ്രതിസന്ധി നേരിട്ടിട്ടില്ല. കേരളത്തിൽ അവിചാരിതമായൊരു പൊട്ടിത്തെറി നടക്കുന്നതിനിടയ്ക്കാണ് അവരുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി യെച്ചൂരി അപ്രതീക്ഷിതമായിട്ട് മരിച്ചുപോയത്. എന്തൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് മരിക്കാനുള്ള പ്രായമൊന്നും ആയിരുന്നില്ല. അസുഖം വന്നു, അതിത്ര ഗൗരവമാകും ആരും വിചാരിച്ചില്ല. അദ്ദേഹവും അത് അവഗണിച്ചു. അങ്ങനെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഞാൻ കാണുമ്പോൾ അദ്ദേഹം വല്ലാതെ ചുമയ്ക്കുന്നുണ്ടായിരുന്നു. ആശുപത്രിയിൽ പോകണമെന്ന് പറഞ്ഞു. അതൊന്നും സാരമില്ല, ഇല്ല നിങ്ങൾ പോയേ പറ്റൂ എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ആശുപത്രിയിലെത്തി 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവം ന്യൂമോണിയയായി പെട്ടെന്ന് മരിച്ചു പോവുകയും ചെയ്തു. പാർട്ടിക്ക് ഇവിടെ ചെറുതെന്ന് പാർട്ടി പറയുമെങ്കിലും ജനങ്ങൾ പൊതുവെ വലുതെന്ന് കരുതുന്ന ഒരു പ്രതിസന്ധി അൻവർ സൃഷ്ടിച്ചിട്ടുമുണ്ട്. അതിനിടയിലാണ് യെച്ചൂരിയുടെ ഈ മരണം. അതുകൂടാതെ അവരുടെ ട്രഡീഷണൽ നേതാവ് അവർ ഒതുക്കിയൊക്കെ ഇട്ടിരുന്നതാണെങ്കിലും ഒരു നേതാവാണല്ലോ, MM ലോറൻസ്, അദ്ദേഹവും മരിച്ചു. പിന്നെ അവർ പൊക്കിക്കൊണ്ട് നടന്ന ഒരു രക്തസാക്ഷി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വലിയ ധാർമ്മികമായ തട്ടിപ്പാണ്. എന്നാലും അവരുടെ ഒരു സിമ്പലായിരുന്നു പുഷ്പൻ മരിച്ചു. ഇങ്ങനെ ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് പാർട്ടിക്ക് ഈ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് നേരമില്ല. പാർട്ടി നേതാക്കൾ പലരും അമ്പരന്നിരിക്കുന്നു എന്ത് ചെയ്യണം എന്നറിയാം. ഇപ്പോൾ കേരളത്തിലെ പ്രതിസന്ധി അവിടെ നിൽക്കട്ടെ, അഖിലേന്ത്യാ തലത്തിൽ യെച്ചൂരി മരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് പാർട്ടിക്ക് അറിഞ്ഞുകൂടാ. പാർട്ടി ഇപ്പോൾ അതിൻ്റെ ചീഫ് കോർഡിനേറ്റർ, പാർട്ടി ഭരണഘടനയിലില്ലാത്ത ഒരു പദവിയാണത്. അത് പ്രകാശ് കാരാട്ടിനെ ഏൽപ്പിച്ച് തൽക്കാലം തഴുതപ്പിയിരിക്കുകയാണ്. അതിനൊരു ന്യായവുമുണ്ട്. സമ്മേളനങ്ങൾ തുടങ്ങി, ഇനി അങ്ങനെ പോയിട്ട് അഖിലേന്ത്യാ പാർട്ടി കോൺഗ്രസ് വരുമ്പോൾ ഏതായാലും അപ്പോൾ സെക്രട്ടറിയെ എടുക്കാം, ഇപ്പോൾ തൽക്കാലം കാം ചലാവു സർക്കാർ എന്ന് പറയുന്ന പോലെ കാരാട്ടിനെ വയ്ക്കാം എന്ന് തീരുമാനിച്ചു. ഇതിൽ ഈ പറഞ്ഞമാതിരി വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്ക് വലിയ തൊഴിലൊന്നുമില്ല. കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ അത് നോക്കുന്നത് പിണറായി വിജയനാണ് താൻ. ഈ പോളിറ്റ് ബ്യൂറോ, സെൻട്രൽ കമ്മിറ്റി എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ ആൾക്കാർ തന്നെ പാൻറ്റിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ സെൻട്രൽ കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും ആകുകയാണ്. പാൻറ് ഉണ്ടാക്കി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയാകും. ഇതാണ് കലാപരിപാടി. അപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു കാണും, എന്തിനാടോ ഒരു ജനറൽ സെക്രട്ടറി, ഏതായാലും ഇവർക്കൊക്കെ ചിലവിന് കൊടുക്കുന്നത് ഞാനാണ്. ആ പ്രകാശ് കാരാട്ടിനോട് ഒരു കോർഡിനേറ്റർ എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് വയ്ക്കാൻ പറ, ബാക്കി പിന്നെ നോക്കാം, ഇവിടെ മനുഷ്യന് അല്ലെങ്കിൽ തന്നെ കിടക്കപ്രതിയില്ല. ഇതിനിടയ്ക്ക് ജനറൽ സെക്രട്ടറി ആവാനായിട്ട് പലരും കുപ്പായം തയ്പ്പിച്ചിരുന്നു എന്നും കേൾക്കുന്നു. ഇതിൻ്റെ സത്യാവസ്ഥ എന്തെങ്കിലും സാറ് നോക്കിയിരുന്നോ? ഇത് നമ്മുടെ കുപ്പായം തയ്ച്ചപ്പോൾ അത് പഴകി കീറാറായിട്ടുണ്ടാവും. MA ബേബി കാരണം MA ബേബി SFIയുടെ ജനറൽ സെക്രട്ടറി, ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ആയിരുന്നു നമ്മുടെ യെച്ചൂരി ആസ്ഥാനത്തേക്ക് വരുന്നതിന് മുമ്പ്. അപ്പോൾ വാസ്തവത്തിൽ MA ബേബിയുടെ ജൂനിയറായിട്ടാണ് അന്ന് യെച്ചൂരി SFIയുടെ നേതൃത്വത്തിലേക്ക് വന്നത്. അത് കഴിഞ്ഞിട്ട് CPMൻ്റെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ആയിട്ട് യെച്ചൂരി വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും MA ബേബിയുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായിട്ടുണ്ടാവും, ഞാനും ഇതിന് യോഗ്യനാണ്, എന്തുകൊണ്ടും എനിക്ക് പറ്റിയൊരു പോസ്റ്റാണെന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ട് അങ്ങ് കിട്ടുന്നില്ലായിരുന്നു പലയിടത്തുനിന്നും. അതിൽ തന്നെ കേരളത്തിൽ നിന്ന് പിന്നെ ഇദ്ദേഹത്തെ ആദ്യം പറഞ്ഞയച്ചത് കേന്ദ്രത്തിലേക്ക് വിട്ടതിൻ്റെ 2 കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, പിണറായിയായിട്ട് അത്ര ടച്ചായിരുന്നില്ല, എപ്പോഴും എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമായിരുന്നു. കാരണം അദ്ദേഹം കുറച്ച് ബുദ്ധിജീവിയൊക്കെ ആയിട്ട് ഷൈൻ ചെയ്യാനായിട്ട് നടക്കുന്ന ഒരാളായിരുന്നു MA ബേബി. അതും പിണറായി വിജയനുമായിട്ട് അത്ര യോജിക്കുമല്ലോ. പിണറായി വിജയന് എന്ത് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാലും പുള്ളി ബുദ്ധിജീവി കളിക്കാനൊന്നും ശ്രമിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ തമ്മിൽ ചേരാറില്ലായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ശല്യം ഒഴിവാക്കുകയും ചെയ്യാം, അവിടുത്തെ കേരളത്തിൻ്റെ ഒരാളായിട്ട് ജനറൽ സെക്രട്ടറി ആയിട്ട് അവിടെ ഇരിക്കുകയും ചെയ്തോളും എന്നുള്ളതായിരുന്നു ചിന്താഗതി. പക്ഷേ അതൊക്കെ പിന്നീട് മാറി. യെച്ചൂരിയാണെങ്കിൽ ഇത്രയും കാലം ആ സ്ഥാനത്തിരുന്നു. പക്ഷേ ഇപ്പോൾ ആണെങ്കിൽ പിണറായി വിജയന്
ഇവിടെ ശല്യമില്ലാത്തത് കൊണ്ട് മാത്രം തീർന്നില്ല, അവിടെയാണെങ്കിലും വേണ്ട എന്നുള്ള അഭിപ്രായമാണ്. എം എ ബേബിക്ക് ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ സമയത്തൊക്കെ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള PB മെമ്പേഴ്സ് ആരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തില്ല. വിജയരാഘവനുണ്ട്, പിണറായി വിജയനുണ്ട്, MP ഗോവിന്ദനുണ്ട്, ഇവരാരും എം എ ബേബിക്ക് സപ്പോർട്ട് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ആകെ എം എ ബേബിയെ സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിൽ നിന്നുള്ള ഏക PB മെമ്പർ എം എ ബേബി തന്നെയാണ്, വേറെ ആരുമില്ല. അദ്ദേഹം വേറെ ആരെയും സപ്പോർട്ട് ചെയ്യില്ല, വേറെ ആരും എം എ ബേബിയെ സപ്പോർട്ട് ചെയ്യില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ടാണ് ഈ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനത്തേക്കൊന്നും എത്താൻ പറ്റാതെ അദ്ദേഹം കിടന്നങ്ങനെ വിഷമിക്കുന്നത്. മാത്രമല്ല, ഈ അവസ്ഥയിലാണ് പോണെങ്കിൽ അടുത്ത ഇനിയിപ്പോൾ ഇലക്ഷൻ വരാൻ പോകുന്നുണ്ടല്ലോ, ഇലക്ഷൻ വന്നു കഴിയുമ്പോഴും അദ്ദേഹത്തിനുള്ള ചാൻസുകൾ വളരെ കുറവായിട്ടാണ് തോന്നുന്നത്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഉള്ളത്. അപ്പോൾ ഇദ്ദേഹത്തെ പണ്ട് അങ്ങോട്ട് വിടുമ്പോൾ ഈ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പറിച്ച് നടാനും അവിടെ കേരളത്തിൻ്റെ ആളായിട്ട് അവിടെ ഒരു ജനറൽ സെക്രട്ടറി ആക്കാനൊക്കെ ആയിരുന്നു പ്ലാൻ. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ആരും അദ്ദേഹത്തിന് സപ്പോർട്ടില്ലാത്തതാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ വന്നെത്തിയിരിക്കുന്നത്. സാറേ, ഇത് ഈ പാർട്ടി മനസ്സിലാക്കിയില്ല എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പാർട്ടിയിൽ ഈ എം എ ബേബിയെ പോലെയൊക്കെ സംസാരിക്കുക, ഈ സിദ്ധാന്തമൊക്കെ പറയുക, ഇതൊക്കെ ചെയ്യുന്ന ഒരേ ഒരാളിനെ പാർട്ടി അംഗീകരിച്ചിട്ടുള്ളൂ. അത് EMS നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹം ഈ വളച്ചു കെട്ടി പറഞ്ഞാൽ ആളുകൾ അതങ്ങ് ശരി, ആ കാരണവർ പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കുമായിരുന്നു. പുള്ളി പൊതു സ്റ്റേജിൽ വളരെ ലളിതമായ മലയാളത്തിൽ സംസാരിക്കുന്ന ആളായിരുന്നു EMS. ഏറ്റവും സിമ്പിളായിട്ട് എന്നാൽ വ്യാകരണ തെറ്റില്ലാതെ സംസാരിക്കുക EMS സൈദ്ധാന്തിക തലത്തിലേക്ക് കടക്കുന്നത് ഈ ഉത്തരം പറയാൻ പറ്റാത്ത ചോദ്യങ്ങൾ വരുമ്പോഴാണ്. അപ്പോഴാണല്ലോ ഈ സിദ്ധാന്ത ജടിലമായ വാചകം വേണ്ടത്. അപ്പോൾ എല്ലാവർക്കും അറിയാം കാർന്നവരുടെ ഉത്തരമില്ല, അതുകൊണ്ട് കാർന്നവർ കാടുപിടപ്പൊക്കെ പറയുകയാണ്, അത് പറഞ്ഞോട്ടെ. ഈ അംഗീകാരം EMSന് മുമ്പോ അതിന് ശേഷമോ ആർക്കും കിട്ടിയിട്ടില്ല. EMSന് മുമ്പും EMSൻ്റെ ഒപ്പവും ഇത് പറഞ്ഞുകൊണ്ട് നടന്ന ആൾക്കാരുണ്ട്. NE ബാലറാം, ഇവരൊക്കെ വലിയ സൈദ്ധാന്തിക തലത്തിൽ എഴുതിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. അന്ന് അതിനൊരു ചെറിയ മാർക്കറ്റും ഉണ്ടായിരുന്നു എന്ന് കണ്ടു ഇത്തരം ഭാഷയ്ക്ക്. പക്ഷെ അതിന് ശേഷം ഇത്തരം ഭാഷ പൊതുവേ ആൾക്കാർ വെറുക്കാൻ തുടങ്ങി. എന്നിട്ടും ബേബി, നമ്മളുടെ P രാജീവ്, ഇവരൊന്നും ഈ ഭാഷ വിട്ടില്ല. അവർ പിന്നെയും ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. അവർ പറയുന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലാകരുതെന്ന് മാത്രമല്ല, നമ്മളുടെ കൊറോണ വന്നല്ല, കൊറോണ കാലത്ത് ബേബി ഒരു വീഡിയോ ചെയ്തിട്ടു. ആ കൊറോണയ്ക്കെതിരെയുള്ള സമരം സാമ്രാജ്യത്വ വിരുദ്ധ സമരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ നാട്ടുകാർ ബേബിയെ ഇനി പറയാനൊന്നും ബാക്കിയില്ല. ഇതൊക്കെയാണ് ബേബി. ഇപ്പോൾ ബേബി വേറൊരു പ്രഖ്യാപനം സാർ ഓർക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഡോക്ടർ രമണിക്കാണോ അവിടെ ഈ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് റിട്ടയർ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ കുട്ടികൾ എന്തോ ശവകുടീരതാൻ പണിയണമെന്നൊക്കെ പറഞ്ഞു. അതിന് എം എ ബേബി ന്യായീകരണം കണ്ടെത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇറ്റ് ഈസ് എൻ ആർട്ട് ഇൻസ്റ്റലേഷൻ എന്നാണ്. അങ്ങനത്തെയൊക്കെ വർത്തമാനങ്ങൾ പറയാനാണ്. അങ്ങനത്തെ ആളാണ് ബേബി. അപ്പോൾ ബേബി എങ്ങനെ ഈ പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനം മോഹിച്ചു എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഈ മോഹിക്കാനും ഒരു വല്ലാത്ത തൊലിക്കെട്ടി വേണമല്ലോ. നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുക യാഥാർത്ഥ്യബോധമില്ലാത്ത ഒരു മനുഷ്യൻ്റെ ലക്ഷണമാണ്. ഒരു പക്ഷേ യെച്ചൂരി ജനറൽ സെക്രട്ടറി ആകുന്നതിന് മുമ്പ് SFIയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആ പഴയ പാരമ്പര്യം ഓർത്തിട്ടായിരിക്കും അദ്ദേഹം അത് പ്രതീക്ഷിച്ചത്. ഇപ്പോൾ CPMൻ്റെ ജനറൽ സെക്രട്ടറി ആകാമെന്ന് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം. അല്ല, മോഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ യാഥാർത്ഥ്യവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത മോഹമായി പോയി. അത് അങ്ങനെ ഒരു കുപ്പായം തയ്പ്പിക്കരുതായിരുന്നു എം എ ബേബി. എന്തുമായിക്കോട്ടെ, ഞാനീ പറഞ്ഞു, ഇപ്പോൾ എം എ ബേബിയെ ആക്കിയെന്ന് തന്നെ വയ്ക്കുക, പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനൊന്നുമില്ല. കാരണം ഈ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്കൊന്നും ഒരു റോളുമില്ല. ആകെ കേരളത്തിലൊരു കൂട്ടുകക്ഷി ഭരണമാണ് ഇവരുടെ കയ്യിലുള്ളത്. അതും കൂട്ടുകക്ഷി ഭരണമാണ്. സ്വന്തമായിട്ട് ഭൂരിപക്ഷം ഉണ്ട് സാങ്കേതികമായിട്ട്, പക്ഷേ ഭരണം കൂട്ടുകക്ഷിയാണില്ല. അപ്പോൾ ഇതാണ് വന്നും പോയും ഇന്ത്യയിൽ ഇവർക്കുള്ള ഒരു സാധനം. അതിരിക്കുന്നത് പിണറായി വിജയൻ്റെ പോക്കറ്റിലുമാണ്. പിന്നെ ഇപ്പോൾ അവിടെ ആര് സെക്രട്ടറി ആയാലെന്താ, ആയില്ലെങ്കിലെന്താ, അതാണ് ഇവരിങ്ങനെ തീരുമാനിക്കാൻ കാര്യം. ഒരു ജനറൽ സെക്രട്ടറിക്ക് എന്താ തൊഴിൽ? പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ലല്ലോ. അപ്പോൾ അതൊരു അഡീഷണൽ ചാർജ് ആയിട്ട് കോർഡിനേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കാരായിട്ട് നോക്കിക്കോളും. ഈ ഡൽഹിയിൽ ജീവിക്കാനറിയാവുന്ന
ചില മനുഷ്യരുണ്ടല്ല, സീതാറാം യെച്ചൂരിക്കും കാരാട്ടിനും ഒക്കെയുള്ളൊരു ഗുണം അതാണ്, അവർക്ക് ഡൽഹിയിൽ കിടന്നു പൊറുക്കാൻ അറിയാം. ഈ കോൺഗ്രസുമായിട്ട് കൂട്ടുകൂടുക, അത് ചെയ്യുക. നിർഭാഗ്യവശാൽ സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട് തുടങ്ങിയ പോളിറ്റ് ബ്യൂറോ മെമ്പർമാർക്ക് അവരുടെ ആയുസ്സിൽ ഇന്ന് വരെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഡൽഹിയിൽ CPM സ്ഥാനാർത്ഥിയെ നിർത്താറില്ല. അപ്പോൾ പിന്നെ ഇവർ പോയിട്ട് കോൺഗ്രസ്സിനോ ആം ആദ്മി പാർട്ടിക്കോ ഒക്കെയാണ് വോട്ട് ചെയ്യുന്നത്. ഇന്ന് വരെ അവർക്ക് സാധിച്ചിട്ടില്ല. അവരെല്ലാം ഡൽഹിയിൽ താമസം ഉറപ്പിച്ചു. കാരണം മറ്റ് പല ഗ്രാമങ്ങളിൽ നിന്നൊക്കെ വന്നവരാണ്. പക്ഷേ എത്രയോ കാലമായിട്ട് ഡൽഹിയിൽ എനിക്ക് തോന്നുന്നു വോട്ടവകാശം കിട്ടിയതിന് ശേഷം ഈ 3 പേരും ഡൽഹിയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് അവർക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്യാൻ ഭാഗ്യവും ഉണ്ടായില്ല. ഇതാണ് അവരുടെ ഗതികേട്. മാത്രമല്ല കേന്ദ്രത്തിലേക്ക് ശക്തി പകരാനായിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് കഴിയുന്നില്ല, കേരളത്തിനും കഴിയുന്നില്ല. കാരണം പാർലമെൻറ്റ് ഇലക്ഷനിൽ കേരളത്തിൽ CPM ലൈക്ക് എനി അതർ ലോക്കൽ ഒരു ഗ്രൂപ്പിനെ പോലെ ഇല്ല. ഒറ്റ സീറ്റല്ലേ, ഒരു സീറ്റ് മാത്രമാണ്. 2019-ലും 2024-ലും ഒരു സീറ്റേ കേരളത്തിൽ നിന്ന് CPM-ന് കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ. അതിപ്പോൾ ഈ ഇലക്ഷനിൽ CPM-ന് ഒരു സീറ്റ് കിട്ടാൻ കാരണം അവിടുത്തെ BJP കാൻഡിഡേറ്റ് കഴിഞ്ഞ ഇലക്ഷനേക്കാളും 1 ലക്ഷം വോട്ട് കൂടുതൽ പിടിച്ചു. ഉണ്ടായിരുന്നെങ്കിൽ ആ സീറ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വാസ്തവത്തിൽ BJP-യുടെ സൗജന്യസ് മിൽകുക എന്നൊക്കെ പറയില്ല, ആ രീതിയിലാണ് അത് സംഭവിച്ചിരിക്കുന്നത്. അത് വെട്ടുപഴിച്ച് കിട്ടിപ്പോയ ഒരു സീറ്റാണ്. അത് തന്നെ, അത് പിടിച്ചെടുത്ത സീറ്റൊന്നുമല്ല, അങ്ങനെ അങ്ങ് സംഭവിച്ചു പോയി. അപ്പോൾ അവർക്ക് പിടിച്ചെടുക്കാൻ ഒരു സീറ്റും ഇല്ല എന്നുള്ളതാണ് പാർലമെൻറ്റിലേക്ക്. ഒന്നുമില്ല. കാരണം അത് ഈ പറഞ്ഞ സിദ്ധാന്തങ്ങളൊക്കെ പാർട്ടി പണ്ടേ ഉപേക്ഷിച്ച് കഴിഞ്ഞു. ഉപേക്ഷിക്കാതെ വയ്യതാനും. കാരണം ലോകമാസകലം ഈ പറയുന്ന തൊഴിലാളി വർഗ സർവാധിപത്യ ഈ സാധനമൊന്നുമില്ല. ഇവരുടെ പാർട്ടി പരിപാടിയിൽ നിന്ന് തന്നെ തൊഴിലാളി വർഗ സർവാധിപത്യം എടുത്തു കളഞ്ഞു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പാർട്ടി പ്രോഗ്രാമിൽ മറ്റേ മാർക്സിൻ്റെ ലെനിൻ്റെയൊക്കെ ഗ്രന്ഥങ്ങളിൽ അത് കിടപ്പുണ്ട് എന്നുള്ളതല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വർക്കിംഗ് മോഡലിൽ ഈ ഒരു സാധനം ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് പ്രോലിറ്റേറിയറ്റ് അത് ഇല്ല. അത് ഇടയ്ക്ക് വെച്ച്, കാരണം അതൊന്നും നടക്കുന്ന കാര്യം. ഇത് കേട്ട് കഴിഞ്ഞാൽ ജനം കവളമടലിന് തല്ലും. ഇതാണോടാ കമ്മ്യൂണിസം എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എന്തോ ജന്മനാ മാനവികതയുള്ളവർ, അവരുടെ ഒരു സംഘം എന്നാണ് വെപ്പ്. അത് തന്നെ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് താൻ. അപ്പോൾ ഇവർ അടുത്ത വാക്കിറക്കി വിശാല ഇടതുപക്ഷം. കമ്മ്യൂണിസം എന്നുള്ളത് മാറ്റിയിട്ട് വിശാല ഇടതുപക്ഷം എന്നാക്കി. അങ്ങനെ പിടിച്ച് നിൽക്കുകയാണിപ്പോൾ. അപ്പോൾ അതിൻ്റെ തലപ്പത്ത് ഇപ്പോൾ ആരിരുന്നാലെന്താ എന്നൊരു ചിന്ത പാർട്ടിക്കകത്ത് ഉണ്ടാവും. ഇവിടെയാണെങ്കിൽ തലയ്ക്ക് തീ പിടിച്ചിരിക്കുന്നു. കേരളത്തിൽ ഉള്ള സ്ഥലത്ത് പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത രീതിയിൽ അൻവർ കത്തിയുമായിട്ട് ഇല്ലേ, സിനിമയിലൊരു കഥാപാത്രമുണ്ടല്ലോ കീലേരി അച്ചു എന്ന് പറഞ്ഞ് മാമുക്കോയ ഒരു കത്തിയുമായിട്ട് ഇറങ്ങി ഇങ്ങനെ കീലേരി അച്ചു, ദശമൂലം ദാമു എന്നൊക്കെ പറഞ്ഞിട്ട് ചില കഥാപാത്രങ്ങളുണ്ട് സിനിമയിൽ. സുരാജ് വെഞ്ഞാറമൂട് അവതരിപ്പിച്ച ദശമൂലം ദാമു ഇതൊക്കെ സ്ഥലത്തെ പ്രധാന റൗഡികളാണ്. ഇതുപോലെ റോഡിൽ നിന്ന് വന്നവരെയും പോയവരെയും മുഴുവൻ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്ന കാലം. അപ്പോൾ ആ സമയത്ത് ഡൽഹിയിൽ ഇപ്പോൾ ജനറൽ സെക്രട്ടറി ഇല്ലെങ്കിൽ പോട്ടെ എന്ന് വെച്ചാണ്. കാരണം ഇനി അതേ ചൊല്ലി ഒരു കലഹം വേണ്ട. അത് ബംഗാളുകാർ അതിനെ അവകാശം അത് ഉന്നയിക്കും. തമിഴ്നാട്ടിൽ കുറച്ചുണ്ട്. തമിഴ്നാട്ടിൽ 2 MP-മാരോ മറ്റോ ഉണ്ട് സ്റ്റാലിൻ്റെ ദയയിൽ. അപ്പോൾ തമിഴ്നാടിനല്ലേ ജനറൽ സെക്രട്ടറി കിട്ടാനുള്ള കൂടുതൽ യോഗ്യത. ഇങ്ങനെയൊക്കെ വരുമായിരിക്കും. ഏതായാലും അവർ ജനറൽ സെക്രട്ടറി എന്നുള്ള സ്ഥാനം ഉപേക്ഷിച്ചു. ഇല്ലാത്ത ചീഫ് കോർഡിനേറ്റർ എന്നുള്ള ഒരു പദവി ഉണ്ടാക്കിയിട്ട് പ്രകാശ് കാരാട്ടിൻ്റെ തലയിൽ ഏൽപ്പിച്ചിട്ട് തൽക്കാലം തടി കഴിച്ചിരിക്കും. മുട്ടുശാന്തി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.